ഹലോ, വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ മുരിങ്ങയ്ക്കായ കൊണ്ടുള്ള ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെടുക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള അതിൻ്റെ ഫ്ലഷൊക്കെ നമുക്ക് ഒരു മൂർച്ചയുള്ള സ്പൂണ് കൊണ്ട് ഇളക്കിയിടണം കേട്ടോ. കണ്ടല്ലോ ഇതുപോലെ മുഴുവൻ ഒരു മുരിങ്ങയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുഴുവൻ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇതിൽ നിന്നും സ്പൂണ് വെച്ച് ഇതിൻ്റെ ഫ്ലഷ് മുഴുവൻ ഇങ്ങനെ ഇളക്കിയെടുക്കണം. കണ്ടോ? ഇതിൻ്റെ തോടങ്ങ് മാറ്റണം. നമ്മൾ മുരിങ്ങയ്ക്കായ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് കടുക്, കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ഒരു ബൗൾ ചെറിയ ഉള്ളി, ഒരു ബൗളിൽ ചെറിയ ഉള്ളി, ഒരു ചെറിയ പച്ചമുളക്, ഒരു വലിയ പച്ചമുളകിൻ്റെ ചെറിയ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് എരി കൂടും, അതുകൊണ്ടാണ് പകുതി ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില, കുറച്ച് മുരിങ്ങയില, കണ്ടോ? ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ, വളരെ കുറച്ച് മഞ്ഞളും, കുറച്ച് കുരുമുളക് പൊടി, ഇതിലേക്ക് നമ്മൾ ഫ്ലഷ് മാത്രം എടുത്ത് വെച്ചിരിക്കുന്നില്ല, മുരിങ്ങയ്ക്കയുടെ ഫ്ലഷ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇത് വെന്ത് കിട്ടുന്നതിനുള്ള വെള്ളം, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെന്ത് കിട്ടുന്നതിനുള്ള വെള്ളം മാത്രം വരെ, പിന്നെ സൂപ്പായിട്ട് നമുക്ക് കുടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങയ്ക്ക സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കണം.
സൂപ്പുകളിൽ വെച്ച് ഏറ്റവും നല്ലൊരു സൂപ്പാണ് മുരിങ്ങക്കായ സൂപ്പ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മുരിങ്ങക്കായ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. ഇപ്പം ഞാൻ ഒരു മുരിങ്ങക്കായുടെ സൂപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 3-4 പേർക്കെങ്കിലും നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ.